ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എന്തിനാണ് ക്ലാസ് കൊടുക്കുന്നത്? ഗ്രൂപ്പ് ക്ലാസ് കൊടുത്താൽ പോരെ? പ്രധാനമായിട്ട് 2 രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡും രണ്ടാമത്തത് IEP ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള മെത്തേഡും. ഓക്കെ, നമുക്കൊരു ക്ലാസ് റൂം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നന്നായിട്ട് അപ്പോൾ ആവറേജുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. ഇത്തരം കുട്ടികൾക്ക് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡാണ് ആപ്റ്റായിട്ടുള്ളത്. ഒരു ക്ലാസ് റൂം നോക്കുന്ന സമയത്ത് 30% കുട്ടികൾ ബാക്ക്വേർഡ് കുട്ടികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക്വേർഡ് കുട്ടിയാകുമ്പം അതിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അതായത് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടി ഉണ്ടാവാം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം, അറ്റൻഷൻ കുറവുള്ള കുട്ടികൾ ഉണ്ടാവാം, ADHD ഉള്ള കുട്ടികൾ ഉണ്ടാവാം. ഇങ്ങനെ പല രീതിയിലുള്ള മക്കളുണ്ടാവും. ബിഹേവിയറൽ ഇഷ്യൂസ്, പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുട്ടിയെ ആദ്യം നമുക്കൊരു അസസ്മെൻറ്റ് നടത്തണം, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തണം. അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഇപ്പോൾ ADHD ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയും അറ്റൻഷൻ കുറവുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ADHD മാനേജ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം അതൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെയോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെയോ ഗൈഡൻസിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഇനി ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ RCA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെച്ചിട്ട് കുട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തെറാപ്പി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് റോസാപ്പ് കുറച്ചും കൂടി വ്യത്യസ്തമാകുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം ആ കുട്ടിക്ക് വേണ്ട ടീച്ചർ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ള ടീച്ചറെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു ADHD ഉള്ള കുട്ടിയാകുമ്പം അതിന് RCA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അറേഞ്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിനെ അറേഞ്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്യാം. ഒരു ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് RCA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കോംപ്രഹെൻസീവ് സ്കില്ലിൻ്റെ കുറവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതായത് പഠിച്ചതൊക്കെ മറന്നു പോവാണ്, എഴുതാനും വായിക്കാനും നന്നായിട്ട് അറിയാം, കോംപ്രഹെൻസീവ് സ്കില്ലിൻ്റെ പ്രോബ്ലമാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കോംപ്രഹെൻസീവ് സ്കില്ല് കൂട്ടുന്നതിനുള്ള കൺസെപ്ഷൻ ലേണിംഗ് നടക്കുന്നതിനുള്ള ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കുട്ടിക്ക് അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം അതിന് ആപ്റ്റായിട്ടുള്ള സ്യൂട്ടായിട്ടുള്ള ടീച്ചറിനെ വെക്കാൻ റോസാപ്പിന് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു മാറ്റം കുട്ടികളിൽ കൊണ്ടുവരാൻ റോസാപ്പിന് പറ്റുന്നത്.